കാരണം വീട് കയറി ആക്രമിക്കുമെന്നാണ് പറഞ്ഞത്, അടിക്കുമെന്നാണ് പറഞ്ഞത്. ഇതിന്റെ ഒന്നും പുറകിൽ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട്, ഇതിന്റെ പുറകിൽ നടക്കാൻ സമയമില്ലാത്തത് കൊണ്ട്. എങ്ങനെയുണ്ട്? അല്ല, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ അവര്. അതെ, കുറച്ച് ഇറങ്ങി. അല്ല, സന്തോഷമല്ല, എന്തായാലും എന്താണ് പറയാ, ദിവസങ്ങൾ നിന്നല്ലോ. ഇതൊരു ഗെയിം ഷോ മാത്രമാണ്. അപ്പൊ ആ ഗെയിം ഷോയില് ഇതൊക്കെ വലിയൊരു കാര്യം. പിന്നെ 10-75 ദിവസം നിൽക്കാന്ന് പറഞ്ഞാൽ ഒരു ദിവസം വീട്ടിൽ പോയി എനിക്കറിയാം. അവിടെ ഒരു ദിവസം പാട് മൊബൈൽ ഫോൺ ഇല്ലാതെ ജീവിക്കാന്ന് പറയുമ്പോ, അപ്പൊ 77 ദിവസം നിന്ന് ഇവരെയൊക്കെ സമ്മതിക്കണ്ടേ, അല്ലെങ്കിൽ 70 ദിവസം നിന്ന് ഇവരെയൊക്കെ സമ്മതിക്കണ്ടേ. അപ്പൊ എല്ലാവർക്കും താങ്ക്സ്. നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ മീഡിയയ്ക്കും, വ്യക്തിപരമായിട്ട് വോട്ടുകൾ ചെയ്ത എല്ലാ ആളുകൾക്കും നന്ദി. ഇറങ്ങും. ഈ വിമർശനങ്ങളോട് ചേട്ടന് എന്താണ് പറയുക? വിമർശനങ്ങളോട് ഇപ്പൊ പ്രതികരിക്കാനൊന്നുമില്ല. അല്ല, എന്ത് വിമർശനമാണ്? അഖിൽമാരാർ ചേട്ടനെ വിളിച്ച് ഫോൺ വിളിച്ചിട്ട് നമ്മള് ഒരാളുടെ വാക്ക്, അല്ല, നമുക്കത് വ്യക്തമായുള്ള ഒരു കാര്യം ചേട്ടൻ ചോദിച്ചത് തന്നെയാണ്. എല്ലാവരും ഞാൻ പറഞ്ഞൊന്നുമല്ല. അഖിൽമാരാരുടെ സംസ്കാരം എന്താന്ന് അഖിൽമാരാർ എന്നെ വിളിച്ചത് ഇന്ന് മനസ്സിലാവും. അപ്പൊ ഓരോ ആളുകൾക്കും ഒരു സംസ്കാരം ഉണ്ടാവും. അവർ ആ രീതിയിലാണ് പ്രതികരിക്കുക. അത് അയാളുടെ രീതിയിൽ പ്രതികരിച്ചു. ഞാൻ എന്നെ വളർത്തിയ അപ്പനമ്മ എന്നെ പഠിപ്പിച്ചൊരു സംസ്കാരമുണ്ട്. ഞാൻ ആ രീതിയിൽ പ്രതികരിച്ചു. അത്രേ ഉള്ളൂ. വേറെ കൂടുതൽ ഇപ്പൊ പറയുന്നില്ല. പറഞ്ഞിരുന്നു, അതിനെ കുറിച്ച് ഇപ്പൊ പ്രതികരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ എന്തായാലും അപ്സര പുറത്തിറങ്ങിയല്ലോ. കോൾ ചെയ്തത് ചേട്ടനാണോ അങ്ങോട്ട് വിളിച്ചത്? അല്ല, അഖിൽ എന്നെ ഇങ്ങോട്ട് വിളിച്ചതാണ്. അപ്പൊ അതിനെതിരെ എന്തെങ്കിലും പരാതി എന്തെങ്കിലും ചേട്ടൻ ചെയ്യുന്നുണ്ടായിരുന്നു? ഒരാൾ വിളിച്ചാൽ പരാതി ഞാൻ സൈബർ സെല്ലിന് അയച്ചു കൊടുത്തിരുന്നു. വേണമെങ്കിൽ പരാതി കൊടുത്താൽ കേസ് എടുക്കാൻ പറ്റും. കാരണം വീട് കയറി ആക്രമിക്കുമെന്നാണ് പറഞ്ഞത്, അടിക്കുമെന്നാണ് പറഞ്ഞത്. ഇതിന്റെ ഒന്നും പുറകിൽ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട്, ഇതിന്റെ പുറകിൽ നടക്കാൻ സമയമില്ലാത്തത് കൊണ്ടും വേറെ കാര്യങ്ങളുള്ളതുകൊണ്ടും അവന്റെ വഴി നോക്കട്ടെ, അവന്റെ സംസ്കാരം അനുസരിച്ച് സംസാരിച്ചു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഓക്കെ. പരാതിയായിട്ട് മുന്നോട്ട് പോകാൻ ഇല്ല. ഇല്ല, ആദ്യം എന്നെ വിളിച്ച് തെറി വിളിച്ചു. പിന്നെ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു. ഞാൻ അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിച്ചത്. കാരണം പറഞ്ഞു പോയത് തെറ്റായി പോയെന്ന് തിരിച്ചറിവുണ്ടാവുമ്പോ തെറി പറഞ്ഞത് സോറി അല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല. ഞാൻ തല്ലാൻ വേണ്ടിയല്ല പറഞ്ഞത്, അതിന്റെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനായിരുന്നു എന്നുള്ള രീതിയിൽ എനിക്ക് അയച്ച വോയിസ് മെസ്സേജ്, അതും ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട്. ഈ വോയിസ് ഞാനും അല്ല പുറത്തുവിട്ടത്, ഇത് അഖിൽ തന്നെയാണ് ആദ്യം പുറത്തു വിട്ടത്. ഞാൻ എന്നെ തെറി വിളിച്ച വോയിസ് ഞാനല്ലേ. ഏറ്റവും രസം അതാണ്. എന്നിട്ട് അഖിലിനെ സപ്പോർട്ട് ചെയ്യും ഇത്രയും ആൾക്കാർ. ഇവിടെ എന്തും വിളിച്ചു പറയാവുന്ന ഒരാള്, അയാളെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാര്. കേരളം ഇങ്ങോട്ടാണ് പോകുന്നത് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. എന്തായാലും കാണാം അവസരത്തിൽ ഇതിനെ ഫോട്ടോ കിട്ടിയില്ല.